ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൺഡേ എനിക്ക് ഇൻ്റേണൽ എക്സാമാണ് ഹിസ്റ്ററിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിൽ കൂടുതൽ സമയം പഠിക്കുന്നത് മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് എന്തൊക്കെ പഠിച്ചു തീർക്കണം, ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അത് കുറച്ച് വലിയ ടോപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വായിച്ച് നമുക്ക് മനസ്സിലായ കാര്യം ഇതുപോലൊരു ബുക്കിൽ ഇങ്ങനെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാംസൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ചില സമയത്ത് നമുക്ക് പഠിക്കാൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല. ആ സമയത്ത് ഞാൻ ചെയ്യാറുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ സ്റ്റഡി വിത്ത് മീ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ടാവും. അത് ഓണാക്കി വെച്ചിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം. അപ്പോൾ കുറച്ചും കൂടി നമ്മളെ ഫോക്കസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമുക്ക് കുറേ സമയം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റ്സ് പഠിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ്സ് എങ്ങാനും ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും നമുക്ക് ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുക. അതായത് പിന്നെ 25 മിനിറ്റ് ഇരിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം. അങ്ങനെ പഠിക്കുന്നത് നമ്മളെ ഫോക്കസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്കിങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായില്ലേ, അപ്പോൾ 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയമല്ലേ വേണ്ടൂ. അപ്പോൾ അത് നമ്മളെ കോൺസെൻട്രേഷനും നമ്മളെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ടെക്നിക്കിനെയാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ യൂട്യൂബിൽ തന്നെ പോമോഡോറോൻ്റെ ടൈമേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പോമോഡോറോ സ്റ്റഡി ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കാണും. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറയും 25 മിനിറ്റ്സ് പഠിക്കാനൊരു സമയം, പിന്നെ ബ്രേക്കിനുള്ള ടൈമും അവരതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ എല്ലാവർക്കും എക്സാംസൊക്കെ കുറേ നടക്കുകയാണ്. കുറേ മോഡൽ എക്സാംസൊക്കെ ഉണ്ടാവും. ചിലർക്കാണെങ്കിൽ മെയിൻ എക്സാംസ് ആയിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ സെമ്മിൻ്റെ ലാസ്റ്റ് ഫൈനൽ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻ്റേണലാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് കാണാൻ താല്പര്യം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.